പറയുന്നത് ഒരു സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ബൗണ്ടറിയിൽ തളച്ചിടാൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് കുറേ ഫീൽ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ മറികടക്കാനാണ്, അത് നമ്മൾ ബ്രേക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള എൻ്റെ ഒരു ഐഡൻറ്റിറ്റിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ പെർഫോമൻസ് തുടങ്ങുന്നത്. പെർഫോമൻസിൽ ഈ അർബൻ ഇഷ്യൂസിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് എൻ്റെ തന്നെ ചില ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എൻ്റെ നാട്ടിലെ തന്നെ വേറെ കൾച്ചറൽ എക്സ്പീരിയൻസസ് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ നിന്നാണ് ആ ഗുജറാത്തിൽ സിൽവാസയിൽ ചെയ്ത എൻ്റെ ഒരു പെർഫോമൻസ്, മറ്റേ ATM എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ടെല്ലിംഗ് മെഷീൻ. അത് എങ്ങനെ ഒരു വീട് എന്നുള്ള സങ്കല്പം, അതിനെങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, ഓൺലി ക്വസ്റ്റ്യൻസ്, അതിൽ ആൻസർ ഇല്ല, കാരണം അതൊരു ഇൻട്രാക്റ്റീവ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ റേസ് ചെയ്ത് അത് ഓഡിയൻസിന് ഇട്ട് കൊടുക്കുകയായിരുന്നു. അതോടൊപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത വേറൊരു ഏരിയയാണ് ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ശരിക്കും. പിന്നെ ഇങ്ങനെ ഇപ്പോൾ വേറെ പുതിയ കുറച്ച് സ്കൾപ്ചറായിട്ടുള്ള ഇൻസ്റ്റലേഷൻസും അതിൽ സൗണ്ടിനെയും വീഡിയോനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനൊക്കെ പുതിയ വരുന്ന ഷോയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നു.